ഒരാൾക്കിട്ട് പണിയുമ്പോൾ ഇതുപോലെ കറക്റ്റ് ഉന്നം വെച്ച് പണിയണം. അല്ലാതെ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന പോലെ പണിയരുത്. മനസ്സിലായോടി? വേദന കൊണ്ട് പുളയുന്ന തനിക്കടുത്തേക്ക് വന്നു തൻ്റെ നേരെ കുനിഞ്ഞ് ചെവിയോട് മുഖമടിപ്പിച്ചു ഫറു പറഞ്ഞത് കേൾക്കെ അവൾ അവനെ ദേഷ്യത്തോട് നോക്കി. എന്തെങ്കിലും പറ്റിയോടാ? എവിടെ നിന്ന് ഓടി വന്ന് ഫാദി ചോദിച്ചത് കേൾക്കെ അവൾക്ക് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ തോന്നി. ഫറുവിൻ്റെ ഒപ്പം നിന്ന് തന്നെ കൊല്ലാൻ പോലും ഫാദി ശ്രമിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് സ്നേഹം കാണിച്ചു വന്നത് കണ്ടില്ലേ? തുഫ്, ആങ്ങളെയാണ് പോലും ആങ്ങള. ഇത്രേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമെന്ന് മനസ്സിലായി. തൊട്ടുപോകരുത് തന്നെ. എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, ഞാനത് സഹിച്ചോളാം. നിങ്ങളെല്ലാവരും കൂടി ഒരാവശ്യവുമില്ലാതെ എന്നെ കൊല്ലാൻ നോക്കുന്നുണ്ടല്ലോ, അതിന് തന്നെ വലിയ സന്തോഷം. ഇന്ന് സ്നേഹം കാണിച്ചു വരണമെന്നില്ല. അല്ലെങ്കിൽ ആരാപ്പോ നിന്നോട് സ്നേഹം കാണിച്ചു വന്നത്? ഈ കോപ്പൻ ഒത്തിരി മനുഷ്യത്വം കൂടുതലാ. അത് നീ മൈൻഡ് വെക്കണ്ട. വേദന മറങ്കി എഴുന്നേറ്റ് പോടി. പിന്നെ എനിക്കിട്ട് പണിയാൻ തോന്നുമ്പോൾ ഇതോർത്താൽ മതി. ദേഷ്യത്തോടെ പറഞ്ഞ ഇലുവിനെ പുച്ഛിച്ചു. അവളോട് അത്രയും പറഞ്ഞു ഫാദിയെയും തൻ്റെ ബാക്കി ടീംസിനെയും കൂട്ടി ഫറു ക്ലാസ്സിലേക്ക് നടന്നു. ഫറുവിനോടൊപ്പം നടക്കുമ്പോഴും ഫാദി തിരിഞ്ഞവളെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ കണ്ട ദേഷ്യം അവളുടെ മനസ്സിൽ താനും കൂടി ചേർന്നാണ് ഇപ്പോൾ അവളെ വീഴ്ത്തിയത് എന്നാണ്. പക്ഷെ ഞാനിത് അറിഞ്ഞിട്ട് കൂടിയില്ലെന്ന് അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഫറു, അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടാവും. നീ എന്ത് പണിയാ കാണിച്ചേ? കുറച്ച് വേദനിക്കുന്നതൊക്കെ നല്ലതാ. അവളെ അഹങ്കാരം കുറഞ്ഞോളും. ദയനീയമായി ഫാദി പറഞ്ഞതിന് പുച്ഛിച്ച് ഫറു ക്ലാസ്സിലേക്ക് കയറിപ്പോയി. നിനക്ക് അങ്ങനെ പറയാം ഫറു, പക്ഷെ എനിക്ക് അവൾ എന്നേക്കാൾ പ്രിയപ്പെട്ടതാണ്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫാദി അത്രയും മനസ്സിൽ പറഞ്ഞ് ഇലവനടുത്തേക്ക് പോയെങ്കിലും അവളെ അവിടെ എങ്ങും കണ്ടില്ല. ജറായിൽഹാം അവളുടെ ക്ലാസ്സിൽ ചെന്ന് അന്വേഷിച്ചതും അവരെല്ലാവരും ഫാദിയെ അടികൂടി നോക്കി. നിങ്ങൾക്ക് എന്തിനാ ഇലുവിനെ? സനയാണത് ചോദിച്ചത്. ഓള് പ്രിൻസിൻ്റെ അടുത്ത് പോയതാ. ഫിദ പറഞ്ഞത് കേട്ടെങ്കിലും അവിടെ ഇരിക്കുന്ന രണ്ട് ചെക്കന്മാർ സംസാരിക്കുന്നതിലേക്കായിരുന്നു ഫാദിയുടെ ശ്രദ്ധ. നീ അറിഞ്ഞോ? ഇലു സ്റ്റെയറിൽ നിന്ന് വീണു. നിസുവും ജോസാറുമാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവൾ ആകെ വേദന കൊണ്ട് കരഞ്ഞ അലമ്പാക്കിയേക്ക്. അത് കേട്ട ഫാദി നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. നൂർ സാറും റാഷിയും അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. നൂർ സാറിൻ്റെ മുഖത്തൊരു വിഷാദഭാവമുണ്ട്. സാറേ, ഫാദി വിളിച്ചത് കേൾക്കെ നൂറും റാഷിയും അവനെ നോക്കി. എന്താ? നൂറ് ഫാദിയെ നോക്കി. അത് പിന്നെ ഇലു സ്റ്റെയറിൽ നിന്ന് വീണു. നിറഞ്ഞ മിഴിയോടെ പറഞ്ഞ ഫാദിയെ കാണാൻ റാഷി ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്നിട്ട് അവളെവിടെ? റാഷിയുടെ വെപ്രാളത്തോടെയുള്ള ചോദ്യങ്ങൾ കേട്ട് നൂറ് അവനെ നോക്കി. ഈ പറയുന്ന ഇലുവിന് എന്തോ പറ്റിയെന്ന് കേട്ടിട്ട് നീ എന്തിനാ വെപ്രാളപ്പെടുന്നേ? നൂറിൻ്റെ ചോദ്യം കേൾക്കെ റാഷി ഒന്ന് നിശ്വസിച്ചു. ഒന്നുമില്ലടാ, നീ വാ, നമുക്ക് ആ കുട്ടിയെ ഒന്ന് പോയി നോക്കാം. ഒന്നുമില്ലല്ലോ, നമ്മുടെ സ്റ്റുഡൻ്റ് അല്ലേ. റാഷി അത് പറഞ്ഞ് മുന്നോട്ട് നടന്നതും ഫാദി റാഷിയെ നോക്കി. ജോ സാർ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ജോ നോക്കിക്കോളും ബാക്കി കാര്യം. നീ ഇവിടെ ഇരിക്കുക റാഷി. അത് വേണ്ടടാ, ഞാൻ ജോനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മിസ്റ്റർ, ജറ വീണപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഇടിച്ചിട്ടുണ്ട്. നെറ്റിയിലെ മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട്. തലക്ക് പിറകിൽ കാര്യമായി തന്നെ മുറിവുണ്ട്. അതിന് 3 സ്റ്റിച്ചും ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉരക്ക് കാര്യമായി തന്നെ ചതവ് സംഭവിച്ചിട്ടുണ്ട്. കാലിലും ചതവുണ്ട്. സോ 1 മന്ത് ബെഡ് റെസ്റ്റ് വേണം. ഡോക്ടർ പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊടുത്ത് ജോയും നിസുവും ഇലുവിനടുത്തേക്ക് നടന്നു. എനിക്ക് പ്രതികാരം വീട്ടണം. ഇലുവിനടുത്ത് എത്തിയതും അവൾ പറഞ്ഞത് കേൾക്കെ രണ്ടും കണ്ണും മീച്ച് അവളെ നോക്കി. താൻ പറഞ്ഞതിന് ഇരുവരും ഒന്നും പറയാത്തത് കാണെ അവൾ അവരെ കണ്ണുരുട്ടി നോക്കി. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് ഫറുവിനോട് പ്രതികാരം വീട്ടണം. അതിനൊക്കെ ഇനിയും സമയമില്ലേ? ഇപ്പോൾ എൻ്റെ മോള് കിടക്ക്. നേരെ ചൊവ്വെ എഴുന്നേറ്റ് നടക്കാനാവട്ടെ, അപ്പോൾ പകരം വീട്ടാട്ടോ. അതും പറഞ്ഞ് ജോ അവൾക്കടുത്തിരുന്നു. നിസു, താങ്ക്സ് ഡാ. എനിക്ക് വന്നില്ല. അതിനെ ഞാനിവിടെ കിടന്ന് വേദന കൊണ്ട് പിടയുമായിരുന്നു. താങ്ക്സ് കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ 116ൻ്റെ പണിയായി തിരിച്ച് കിട്ടാതെ നോക്കാൻ. ഞാനറിഞ്ഞോ ഞാൻ കൊടുത്ത അതേ നാണയത്തിൽ എനിക്കിട്ടവൻ കൊട്ടുവെന്ന്? പുല്ല്. ആദ്യത്തെ സ്റ്റെയറിലൂടെ അങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇല്ല സങ്കടത്തോടെ മൂക്ക് വലിച്ചു. നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടടി. ഹോസ്റ്റലിൽ നിന്ന് നോക്കാൻ ആരാ ഉള്ളേ? വേണ്ട, ഹോസ്റ്റലിൽ ആക്കി തന്നാൽ മതി. കൂടെ കുറച്ച് ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും മതി. ഫുഡൊക്കെ സനയും ഫിദയും വരുമ്പോൾ അവർ വാങ്ങിത്തരും. അതിലൊന്നും ആർക്കും സങ്കടം വേണ്ട. അവളൊന്ന് ഇളിച്ചു കാട്ടി. അവളെ ഹോസ്റ്റലിലാക്കി തിരികെ പോരുമ്പോൾ നിസു ജോനെ നോക്കി. ആ വാർഡൻ അവളൊരു പാവമാണല്ലേ? അതെ, നല്ല പാവമാണ്. എന്നെ മുൻപേ അറിയാവുന്നത് കൊണ്ടും ഇലോൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത് കൊണ്ടും അതുപോലെ ഇപ്പോൾ അവിടുത്തെ ഗേൾസ് എല്ലാം കോളേജിലായതുകൊണ്ടും മാത്രമാണ് നമ്മൾ അങ്ങോട്ട് കയറ്റിയത്. ഇല്ല, കാണായിരുന്നു മൂപ്പത്തിൻ്റെ തനി സ്വരൂപം. ജോ ചിരിയോടെ പറഞ്ഞത് നിസു കണ്ണുവിടർത്തി നോക്കി. നിങ്ങളെപ്പോലെ ഒരു സാറിന് കിട്ടിയത് ഞങ്ങളെ ഭാഗ്യമാണ്. എന്നാൽ ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ശരിക്കും സാറിൽ നിന്ന് ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നിന്നത് പോലും എനിക്ക് തോന്നിപ്പോയി.
ഹോസ്പിറ്റലിൽ നിന്ന് ജോ തന്നോട് സംസാരിച്ചതെല്ലാം എത്രമാത്രം സ്നേഹത്തോടെയാണെന്ന് ഓർത്തവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അതിന് മറുപടിയായി ജോ നിറപുഞ്ചിരി നൽകി. കോളേജിലെത്തിയതും റാഷി അവർക്കടുത്തേക്ക് ഓടി വന്നു. എടാ, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ലടാ, നീ ടെൻഷൻ ആവണ്ട. അവിടെ ചെന്നാൽ നീ അവളെയും കൂടി ടെൻഷൻ ആക്കുമെന്ന് തോന്നി, അതാ നീ വിളിച്ചപ്പോൾ വരണ്ട എന്ന് പറഞ്ഞത്. ജോ പറഞ്ഞതിന് റാഷി ഒന്ന് മൂളി. നിസു അവരോട് പറഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു. ഫാദി അവർക്കടുത്ത് നിന്നെങ്കിലും ഒന്നും മിണ്ടിയില്ല.